അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ആ BMR ബസ്സല്ല ഇത് പുതിയ ബസ്സാണ് ഗൈസ്. നമ്മൾ അന്ന് പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ, അവൻ്റെ ബസ്സാണ് ഗൈസ്, പ്രൈം. അല്ല, അവനെനിക്ക് സ്വന്തമായിട്ട് തന്നെയാണ്. അവൻ ആ BMR കൊണ്ട് അവനങ്ങ് ടൂർ പോയ സ്ഥിതിക്ക് നന്നായിട്ടോ. എന്നാലും നമുക്ക് പുതിയ സെഡസ്ത്ര BS6 ആണ് ഗൈസ് നമ്മുടെ പ്രൈം. അവൻ തന്നെ നമുക്ക് AITB ആയിട്ടാണ് നമുക്ക് തന്നത്. നമ്മളെ സ്റ്റിക്കർ വർക്കും പ്രൈമും നമ്മുടെ ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിൽ സാധനം എത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച സാധനം നമ്മളെ കയ്യിൽ കിട്ടിയില്ല. അവനങ്ങ് ചമ്പിക്കൊണ്ട് പോയിട്ടോ. കാരണം നമുക്ക് BS6 കിട്ടിയിട്ടുണ്ട്. പ്രൈം ആ ഗ്ലാസിന്റെ അവിടെ കൊണ്ടോ അതങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. അല്ല ഗൈസ്, നമ്മുടെ വണ്ടിയിട്ടുള്ളത് ഗ്ലാസിന് പ്രശ്നമായതുകൊണ്ടാണ് അത് നീക്കി വെച്ചോണ്ട് കേട്ടോ. നമ്മളെ സെഡസ്റ്റിനാണെങ്കിൽ ഒന്നൊന്നര ലുക്കാണ് കേട്ടോ നമുക്ക് തരുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ബസ്സിൻ്റെതാ നമ്മളെ ഒരു പാട്ട് വെക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ബസ്സിന്റെ എൻ്റെ പൊന്നെ, ഒടുക്കത്തെ സൗണ്ട്. ഇതാ പമ്പത്തെ നമ്മൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഇവിടുന്ന് എങ്ങനെയും വിട്ട് പോവാട്ടോ, അല്ലെങ്കിൽ കുറച്ച് സീനാവും. നമുക്ക് പതിയെ നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. നമ്മളെ വളയം നമ്മളതാ BS6 ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഖലീഫൻ്റെ ഗൈസ്. കുറച്ചൊക്കെ സീനാണ് ബസ്. നമ്മുടെ പ്രൈം നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ കുട്ടനെ ഗൈസ്. ഇതിൻ്റെ എഡീഷണൽ നെയിം എന്താകും കൊടുക്കാന്ന് നിങ്ങളൊന്ന് കമന്റ് ഇട്ടേക്ക്. ഇത് നമുക്ക് സ്വന്തത്തിൽ തന്നില്ലേ നമ്മുടെ ഫ്രണ്ട്. അപ്പം നമ്മൾ അവനെ ഒരു സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യണം. അന്ന് നമുക്ക് അവനെ കൂട്ടിയിട്ട് നമുക്ക് പോവാട്ടോ. എന്നിട്ട് നമുക്ക് അവനോട് വിളിച്ചു നോക്കാം, എവിടെ നീ നിൽക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അവനൊന്ന് കൂട്ടാട്ടോ. എങ്ങനെയുണ്ടാ എന്റെ പുതിയ വണ്ടി? എടാ, നീ വാങ്ങിയതൊന്നുമല്ലല്ലോ, ഞാൻ നിനക്ക് തന്നല്ലേ. ഓക്കെ, നീ എന്തിനാ ബസ് എനിക്ക് ആയിട്ട് തരുന്നത്? നീ എന്തിനാ ആക്സിഡന്റ് അടിച്ചത്? ഞാൻ ആ BMR വെച്ച് എങ്ങനെയും ഓട്ടൊക്കെ ഓടി ഞാൻ എങ്ങനെയും മിച്ചം പിടിച്ചാൻ. ഇത് വെച്ച് എന്ത് പിടിക്കും? എനിക്ക് പണ്ടത്തെ വണ്ടികളോട് ഭയങ്കര ഇഷ്ടടാ. എനിക്ക് പുതിയത് അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. പക്ഷെ എനിക്ക് പഴയത് ഭയങ്കര ക്രഷടാ. നിന്നെ പറയും പോലെ തന്നെ ഒന്നല്ല. ഓക്കെ, മനസ്സിലായി. നീ ക്രഷ് എന്നൊക്കെ പറയാൻ കാരണം എന്താ? നീ വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എടാ പോടാ, ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. പോടാ, നീ നേരെ വണ്ടി ഓടിക്കും. നീ ഡോറൊക്കെ തുറക്കുന്നേ, ഈ കാര്യം പറയേ. നീ എന്നെ തള്ളിയിട്ട് കൊല്ലോ. എന്റെ പൊന്നെ, സോറിയടാ, ഞാൻ അറിയാണ്ട് എഴുതി. ഞാൻ അന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പോയി, ഗിയർ മാറ്റി തട്ടിപ്പോയതാ. ഒന്ന് ക്ഷമിക്കും. അല്ലടാ, എനിക്കൊരു സംശയം. ഞാൻ അന്ന് ബസ് വാങ്ങാൻ പോയപ്പോ നീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. നീയല്ലേ എനിക്ക് ആ BMR കാണിച്ചു തന്നെ, എവിടെയുള്ളതെന്നൊക്കെ കാണിച്ചു തന്നെ. എടാ, എനിക്കപ്പ അറിയില്ലെന്ന്. ഞാൻ നിന്റെ ഒപ്പം വണ്ടി വാങ്ങാൻ വന്നില്ലേ. എടാ, ഞാന് അപ്പൊ അത്ര ലുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടം തോന്നി. എനിക്ക് പിന്നെ മോഡിഫിക്കേഷനും കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ തോന്നി. എടാ ഓക്കെ ശരി. ഇതെന്തിപ്പോ ഇവിടെ തേങ്ങ സംഭവിച്ചേ? ഇതെന്താ കാറിനെ കൊണ്ട് ഇടിച്ച? സ്റ്റക്കായ? ഇതെന്തപ്പോ ഇത്? ഒന്ന് മാറിപ്പുള്ളേ. ഇവര് പോകുന്നില്ലല്ലോ ഗൈസ് നമ്മുടെ വണ്ടിക്ക്. നമ്മളെ വണ്ടിന്റെ ലുക്ക് ഒന്നൊന്നര ലുക്കാണ് ഗൈസ്. എടാ, നീ ലുക്ക് നോക്കാതെ നീ വണ്ടി ഓടിക്കും, നേരെ പോ. എടാ, ഞാൻ നേരെ പൊക്കോളാം. ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞതാന്നുള്ളൂ. എടാ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പിന്നെ ഓട്ടം കിട്ടുമ്പോ പകുതി ആയിട്ടുള്ളൂ ഷെയർ. പിന്നെ എന്റെ വണ്ടിക്ക് ഓട്ടം കിട്ടിയാലും നിന്റെ വണ്ടിക്ക് ഓട്ടം കിട്ടിയാലും പകുതി ആയിട്ടുള്ളൂ ഷെയർ കേട്ടോ. പിന്നെ നിന്റെ വണ്ടിക്ക് ഓട്ടം കിട്ടിയാലും ഞാനും വരാം. പിന്നെ എന്റെ വണ്ടിക്ക് ഓട്ടം കിട്ടിയാലും നീ വന്നു. ഓക്കെ അല്ലേ? ശരിയടാ മച്ചാനെ, ഞാൻ വരാം. നീ വിളിച്ചാൽ മാത്രം മതി, ഞാൻ അപ്പൊ സ്പോട്ടിലെത്തിക്കോളാം. പിന്നെ നീ സ്പോട്ടിലെത്താൻ വേണ്ടി നീ എന്താ ഡിങ്കനോ പറഞ്ഞു വരാൻ? എടാ, ഞാൻ പറഞ്ഞൊന്നും വരില്ല. ഞാനിങ്ങനെ ബസ്സിൽ വേണമെങ്കിൽ സ്പീഡിൽ വേണമെങ്കിൽ വരാം. നിന്നെ പോലെയല്ല, ഞാൻ നിന്നെക്കാട്ട് കുറെ സ്പീഡിൽ അങ്ങനെ വരും കേട്ടോ. ഓക്കെടാ മച്ചാനെ, നീ പറഞ്ഞ സ്ഥിതിക്ക് നീ പറന്ന് വരികയെ മെല്ലെ വരികയെ നീ ചെയ്തു. നീ പാട്ടിടാ, പുതിയ ബസ്സൊക്കെ ആയിട്ട് ഒരു പാട്ടിടുക, നല്ല സീനാവുള്ളൂ. എടാ, ഞാനെങ്ങനെയാ പാട്ടിടാനാ? ഞാനെങ്ങനെ ഡ്രൈവിങ്ങിലല്ലേ? അന്ന് നീ പാട്ടിടുക. എന്നാ നീ വന്ന് വണ്ടി ഓടിക്കും, ഞാൻ ഒന്ന് പാട്ടിടാം. ഓക്കെ അല്ലേ? അയ്യോ വേണ്ടേ, ഞാൻ തന്നെ പാട്ട് വെച്ചോളാം. ഓക്കെ. എടാ, ഇതേ പാട്ടാടാ ഞാൻ പമ്പെന്ന് വെച്ചത്. നിനക്കെങ്ങനെ ഈ പാട്ട് കിട്ടി? എടാ പൊട്ടാ, ഇന്ന് നിന്റെ ഫോണല്ലേ, നിന്റെ ഫോണിലല്ല ഞാൻ നിന്റെ പാട്ട് വെച്ചിട്ട്. ഓ അങ്ങനെ. ഞാൻ കണ്ടില്ല. ഞാൻ നോക്കും ഫോണ് കണ്ടേ. ഞാൻ നോക്കും നിന്റെ അതില് ഫോണ്. ഞാൻ നിന്റെ ഫോൺ അയക്കുന്നു. നമ്മളൊരേ പൗച്ചല്ലേ മച്ചാനെ. ഓക്കെ ആ കാര്യം വീട്. ഓക്കെ ശരി. ഇപ്പൊ ഏത് റോഡാണ് നമ്മളിപ്പോ പോകുന്നേ? എടാ, നമ്മൾ പോകുന്നത് പറയുന്നത് കോയമ്പത്തൂർ ടു ബംഗളൂരു എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഓക്കെടാ, ഞാൻ ഈ വഴിയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നേ. എടാ, ഇപ്പൊ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നില്ലേ, അപ്പൊ നമ്മൾ ചുരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഏതൊരു ചുരാണെന്ന്, കോയമ്പത്തൂർ ചുരാന്ന് തോന്നുന്നു, അറിയില്ല. ഞാന് ഇതുവഴി വന്നിട്ടുണ്ട്. ഒരു BMR വേറൊരു കൊമ്പന്റെ BMR ഞാൻ വന്നത്.
അടിപൊളി ടീച്ചർ. ഇനി അടുത്തോട്ട് വരുമ്പോഴേ നല്ല യൂട്യൂബ് നല്ല ബാസൊക്കെ ഉള്ള പാട്ടൊക്കെ കേട്ട് വെച്ച് നമുക്ക് വണ്ടിയിലിട്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. ഓക്കേടാ മച്ചാനെ, നമ്മളങ്ങനെ ചുരത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ നേരെ വളവും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട് എന്നാണ് പ്രതീക്ഷ. ഞാൻ പണ്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. അതുകൊണ്ട് നമ്മള് ചുരം കുറെ ഉണ്ടെന്ന് തോന്നുന്നു. കുറെ വളവുകളാണ്. എനിക്കൊരു ഓർമ്മയുണ്ട് ഈ വഴിയൊക്കെ വന്നത്. പാച്ചു, നീ ഇങ്ങനെ ഒരു പരിപാടി നീ വേറെ ആർക്കെങ്കിലും ചെയ്തോട്ടോ? ഇങ്ങനെ ഒരു ബസ്, സ്വന്തം ബസ് വേറെ ആർക്കെങ്കിലും കൈമാറുന്നേ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വേറെ ആർക്കും അങ്ങനെ കൈമാറിയിട്ടൊന്നുമില്ല. ഞാൻ നിനക്ക് മാത്രമായിട്ടാണ് ആദ്യമായിട്ടൊരു ബസ് നിനക്ക് സ്വന്തമായിട്ട് ഞാൻ തരുന്നത്. അല്ലടാ, നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ആരെങ്കിലും തരുന്നത്? അതേടാ പാച്ചു, എനിക്ക് ജീവിതത്തിൽ ആരും ഇങ്ങനത്തെ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് ആരും തന്നിട്ടാ. പിന്നെ നമുക്കിനി അടുത്താട്ടം വരുമ്പോഴേ നീ എന്ന് അടുത്താട്ടം വരുമ്പോ വോക്കലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കേട്ടോ, എന്നിട്ട് നമുക്ക് വണ്ടിയിലിട്ട് വെക്കാം. ഗൈസ്, നമ്മുടെ വണ്ടിക്ക് അല്ലറ ചില്ലറ പണികൾ മാത്രമേ ഉള്ളൂ. വലിയ പരിപാടികൾക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊത്തം പ്രകാശന്റെ പൊടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. ലൈറ്റ് വർക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അതുപോലെ നമ്മൾ തിരിച്ചും നിങ്ങൾക്കായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അല്ലേടാ പാച്ചു, നമുക്ക് അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവരുടെ അടുത്ത്. അതെ അതെ അതെ, അച്ചു പറയും പോലെ തന്നെ നമ്മളിങ്ങനെ നമുക്ക് കുറച്ച് പരിപാടികളേ ഉള്ളൂ. അത് തന്നെ അവൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുന്നവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റു. അപ്പൊ ഗൈസ്, ഇവിടെ എന്തൊരു ചെറിയൊരു വളവായാണ്, നമ്മളൊന്ന് പെട്ടുപോയി. ഗൈസ്, നമ്മള് പതിയെ നമ്മൾ വളച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ വണ്ടി പുതിയ വണ്ടിയല്ലേ, നമ്മൾ തട്ടാനും മുട്ടാനും ഒന്നും പാടില്ല. അങ്ങനെ അറിയാത്ത വഴിയൊക്കെ അല്ലേ, അപ്പൊ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ഓടിക്കുക, പയ്യെ ഓടിക്കാൻ മതി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളവും കാര്യങ്ങളും വരുമ്പോൾ ബ്രേക്ക് പിടിച്ച് പോവുക, അധികം സ്പീഡിൽ പോവാതിരിക്കുക, വലിയ അപകടങ്ങൾ കുറയ്ക്കാം. അല്ലേടാ പാച്ചു, നീ പറയും. എനിക്ക് വേറെ ഒന്നും പറയില്ല. ഈ അച്ചു പറഞ്ഞ പോലെ തന്നെ പതിയെ ഓടിക്കുക, വളവും കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് പോലെ വേറെ അങ്ങനെ ആരും ചെയ്യരുത്. എടാ, ഇതൊക്കെ 60-ലാടാ പോകുന്നത്. നമ്മളൊക്കെ അവിടെ 60 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നീ കണ്ടില്ല നേരത്തെ അവിടെ എഴുതി വെച്ചേ? ഇല്ലടാ, ഞാൻ നേരത്തെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഞാൻ നേരത്തെ മൊബൈൽ നോക്കിയായിരുന്നു. എടാ, അല്ല, ഈ വീഡിയോ എപ്പോഴാണ് നീ അപ്ലോഡ് ചെയ്യുക? എടാ, ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ വൈകുന്നേരം ഇടും. നാളെ ഒരു 7 മണിക്ക് ഞാൻ വീഡിയോ ഇടും. എന്തിനാടാ? അല്ലടാ അച്ചു, എനിക്ക് നിന്റെ വീഡിയോ ഇൻസ്റ്റയിലൊന്നും എനിക്ക് പിന്നെ നോക്കണം, സ്റ്റോറി ഇടാനാ. ആയിക്കോട്ടെ, ഞാൻ തരാലോ. നീ തംബ്ലൈന് മതിയോ? നിനക്ക് തംബ്ലൈന് കിട്ടിയ നീ ഇടില്ലേ? ഓക്കേടാ, നീ തംബ്ലൈൻ എനിക്ക് വാട്സപ്പ് കൂടെ അയച്ചാൽ മതി. ഞാൻ അത് ഇട്ടിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം. ഓക്കെ, ഇതിനാണ് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെടാ, സെറ്റടാ മുത്തേ. ഓക്കെ, അടുത്ത വളവെത്തി ഗൈസ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു കാർ ഉണ്ട്, ടാറ്റന്റെ നെക്സോൺ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ്, നമ്മുടെ ചെറുക്കന്റെ ക്യാബിന്റെ ഉള്ളിൽ നമ്മുടെ സ്പീക്കറും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്, നമുക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ ചൊരറിയും കേട്ട് നമ്മളൊരു നല്ലൊരു സ്ഥലം നോക്കി നമ്മൾ വണ്ടി കയറി അവിടെ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ വേറൊരു വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇതാ അങ്ങനെ പാച്ചൊക്കെ ഇതാ കോട്ടുമായിട്ട് തുടങ്ങി ഗൈസ്. അങ്ങനെ ഉറക്കം തോന്നുന്നു, കുറെ നേരമായി ഉറക്കം തൂങ്ങുന്നുണ്ട്. എന്താ പാച്ചു, വെള്ളം തളിക്കണോ മുഖത്ത്? ഇല്ലടാ, എനിക്ക് ഉറക്കം ചെറുതായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഈ കാറ്റടിച്ചിട്ടാ, അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരുന്നത്. ഈ കാറ്റടിക്കും ചിലർക്ക് ഉറക്കം വരുമല്ലോ, എനിക്ക് അങ്ങനെ വരാറുണ്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോ കേട്ടോ. എന്നാലേ നീ ഒരു പണിയേ, ഈ പാട്ട് കൂടെ കേട്ട് നീ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് നീ ഉറങ്ങിക്കോട്ടോ. നീ അത്ര ക്ഷീണം പിടിക്കണ്ട, നീ നാളെ എഴുന്നേക്കല്ലേ. ഓക്കേടാ, ഈ പാട്ട് കഴിഞ്ഞ് നമുക്ക് പാട്ട് ഓഫ് ആക്കി വെക്കാം, എന്നിട്ട് ചൊരാറിയും കേട്ട് നമുക്ക് അവിടെ കിടന്നുറങ്ങാം. ആ ശരി, എന്നാ അതാ നമ്മളെ ഫ്രണ്ടിലിതാ നേരത്തെ പോയ അതേ കാർ ഇതാ നമ്മളെ ഫ്രണ്ടിലുണ്ട്. ടാറ്റന് നെക്സോണോ അല്ലെങ്കിൽ പഞ്ചോ ആണ്. ചുരം എന്തായാലും കഴിയുന്നില്ല, കുറെ ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും നേരെ പോവാ. നമ്മളെ ഫ്രണ്ടിൽ ആ കാർ കുറെ നല്ല സ്പീഡിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമ്മൾ വളവരുന്നേക്കും ഗിയർ കുറച്ചാണ് നമ്മൾ പോകുന്നത്. എന്നാലും കാറ് നല്ല പറപ്പിക്കലാണ് ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ ക്യാബിന്റെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ രാത്രി നമ്മൾ ഓടിക്കാറ്. എനിക്കതാണ് ഇഷ്ടം, ആ നീല ലൈറ്റ്. പിന്നെ നമ്മളിങ്ങനെ വളവും വീണ്ടും കുറെ വളവും കാര്യങ്ങൾ തന്നെയാണ് കുറെ നേരമായിട്ട് തന്നെ വരുന്നത്. നമ്മൾ കുറെ പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയിം ബോർഡിൽ ലൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ തിരക്ക് പിടിക്കേണ്ട അവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് ഗൈസ്. എന്നാലും BMR-നെക്കാട്ട് വലിയ ബസ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഹെവി നീട്ടം കൂടിയതാണ് B6. നിങ്ങൾക്ക് അറിയാതിരിക്കാം. നമ്മളിപ്പോ ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ട് 2.5 മണിക്കൂറായി ഗൈസ്. നമ്മളിങ്ങനെ അധികം ബ്ലോഗും കാര്യങ്ങളും ഇല്ലെങ്കിൽ നല്ല ടൈം പിടിച്ചിട്ടാണ് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ വളയ്ക്കുന്നത്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ പെട്ടുപോയനെ മോനെ. താമരശ്ശേരി ചുരമൊക്കെ ആണെങ്കിൽ പെട്ടു. പിന്നെ രാത്രിയാണ്ട് കുഴപ്പമില്ല, നമ്മള് രാത്രിയാണ്ട് രാത്രി ആയതുകൊണ്ടാണ് തിരക്കില്ലാത്ത. നമ്മള് വേറെ സംസ്ഥാനമായതുകൊണ്ട് കുറച്ച് സീനും കാര്യങ്ങളും ആവില്ല. ചെക്ക് പോസ്റ്റ് വലിയ ഉണ്ടോന്ന് അറിയില്ല, പണ്ട് വന്നോണ്ട് പണ്ടൊന്നും അത്ര ഉണ്ടായിരുന്നില്ല.
ഇപ്പൊ ഉണ്ടോന്നും അറിയില്ല. എന്തായാലും നമ്മളെ വണ്ടിയിൽ നല്ല മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പകുതി മുക്കാലും ചെയ്തിട്ടാണ് ഇവൻ തന്നിരിക്കുന്നത്. എന്തായാലും നല്ല സ്നേഹമുള്ളവനാണ് നമ്മളെ പാച്ചു. ഗൈസ് നമ്മൾ നല്ല കത്തിച്ചിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമ്മളെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കുക, നമുക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങാട്ടോ. നമ്മള് ഓടിച്ചു മടുത്തു. എന്തായാലും അപ്പൊ നിങ്ങളും പ്രതീക്ഷിച്ചതും ഞാനും പ്രതീക്ഷിച്ചതും തെറ്റിപ്പോയി ഗൈസ്. നമ്മൾ ആ BMR കൊണ്ട് മോഡിഫിക്കേഷനും കാര്യങ്ങളും ആ വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതൊക്കെ നമ്മൾ ഒന്ന് ഓർത്തു. ഇപ്പൊ നമുക്ക് കിട്ടിയത് വേറെയാണ് മച്ചാമാരെ. നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ പ്രൈം കൂട്ടനായിട്ടായിരിക്കും നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബസ്സായിട്ട് നമ്മൾ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം, കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.